മനസ്സിലായല്ലോ? പപ്പന് പിന്നാലെ ഇവളെ അറിയിച്ചു മറ്റവളെല്ലാം. പാമ്പിന് പാല് കൊടുത്ത തിരിച്ചു കടിക്കും. ഇനി ദീപനെയും ഇവളുമാരെല്ലാം അറിയിക്കുമായിരിക്കും. അങ്ങനെ വന്നാ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവളുമാർക്ക് ഞാൻ വിഷം വിളമ്പും. എല്ലാം പെടഞ്ഞു തീരുന്നത് കണ്ടിട്ടേ നമ്മൾ തീരൂ. കാർത്തു, പപ്പേട്ടനെ കണ്ടു, എല്ലാം അറിഞ്ഞു. അവൾ ഇത്രയും മോശം പെണ്ണായിരുന്നോ? വിവാഹം കഴിഞ്ഞിട്ടും അത് പറയാതെ നിരപരാധിയായ ഒരു പയ്യനൊപ്പം ചുറ്റിത്തിരിയുന്ന അവളെ ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. കൊന്നുകളയാ വേണ്ടത്. അതുകൊണ്ടാ എടുത്തേ അവൾക്കൊപ്പം താമസിക്കാൻ എനിക്കിപ്പോ ഇത്രയും വെറുപ്പ്. പോകാൻ മറ്റൊരിടം ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ പോയേനെ. ഉണ്ണിയുടെ കാര്യം ആലോചിക്കുമ്പോ വിഷമം തോന്നുവാ. എന്തിനാ വിഷമിക്കുന്നേ? ആ ഉണ്ണിയേട്ടൻ ഇപ്പോ അവളൊരു മാലാഖയാ. മറ്റുള്ളവരാ കുറ്റക്കാര്. നമ്മൾ ഇനിയാ മോളെ സൂക്ഷിക്കേണ്ടത്. ഭർത്താവ് കൂടെയുള്ളപ്പോ അന്യപുരുഷനൊപ്പം കറങ്ങുന്നവള് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറയും. കണ്ണേട്ടനോട് ഈ വിവരം പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് വരുന്ന ആൾ അവളെ വെട്ടിക്കൊല്ലും. പിന്നെ അവളുടെ അച്ഛനെ. ഉണ്ണിയോട് അതുപോലെ ഒരു വഞ്ചനയല്ലേ കാട്ടിയിരിക്കുന്നത്? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുമ്പോ എന്റെ മുന്നിലേക്ക് അവൾ ഓടി വരും. എന്നിട്ട് ഞാനാണോ അവരോട് പറഞ്ഞെന്ന് ചോദിക്കും. നമ്മളോട് കാട്ടിയ സ്നേഹത്തിന് പിന്നില് എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? രണ്ടാണുങ്ങൾക്ക് നടുവിലായപ്പോ അടവ് മാറ്റി. ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കാൻ നോക്കി. അവളിനി എത്ര കൂട്ടുകൂടാൻ ശ്രമിച്ചാലും അവളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ തറവാട്ടിലേക്ക് ഒരിക്കലും കാലെടുത്ത് വെക്കാൻ പാടില്ലാത്തവളായിരുന്നു. പക്ഷെ സംഭവിച്ചു പോയി. ആ ദീപൻ എന്ന് പറയുന്ന ആള് സത്യം അറിഞ്ഞ അവളെ കൊല്ലും. കൊല്ലട്ടെ, അവള് മരിക്കട്ടെ. ഇതുപോലൊരുത്തി എന്തിനാ ജീവിച്ചിരിക്കുന്നെ? ലോകത്തിൽ എത്രയോ പെൺകുട്ടികളുണ്ടായിരുന്നു ഇവളെക്കാളും നല്ല സ്വഭാവവും കാശും ഉള്ളവര്. ഉണ്ണിക്ക് സമ്പത്ത് വേണമെങ്കിൽ അവരാരെങ്കിലും കെട്ടിക്കൂടായിരുന്നോ? ഇതിനെ ഇവളെ പോലെ ഒരുത്തിയെ ജീവിതകാലം മുഴുവൻ ചുമക്കണ്ടേ? ഒരു ഹോസ്പിറ്റൽ എഴുതി കൊടുത്തു. ഇഷ്ടം പോലെ പണവും സ്വർണവും കൊടുത്തു. ഉണ്ണേട്ടന് അതൊക്കെ മതിയെടുത്തി. അല്ലാതെ ഭാര്യയുടെ പരിശുദ്ധിയൊന്നും ഒരു പ്രശ്നമല്ലെന്നാ തോന്നുന്നു. മോള് പറഞ്ഞത് നേരാ. നമ്മളിവിടെ നിന്നാ ഇങ്ങനെ ഒരുത്തി നമ്മളെ കൊല്ലാനും മടിക്കില്ല. അവള് ചെറിയ തോതിൽ മാറിത്തുടങ്ങി. ഞാനിത് പുറത്തു പറയൂന്നുള്ള ഭയം ഉള്ളിൽ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടിപ്പോ. അങ്ങനെയൊരു തോന്നൽ അവൾക്കുണ്ടായ നമ്മളെ അവള് കൊല്ലും. അല്ലെങ്കിൽ കണ്ണേട്ടനെ കുടിക്കാ പോലെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കും. എങ്ങനെ കഴിഞ്ഞൊരു വീടായിരുന്നു. കള്ളവും ചതിയൊന്നും ആർക്കും ഇല്ലായിരുന്നു. അനിയനെ ഡോക്ടറാക്കാൻ ചേട്ടൻ ആഗ്രഹിച്ചതാ കണ്ണേട്ടന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒരു സാധാരണ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു ഉണ്ണിയെങ്കിൽ വിജിതയും അവളുടെ വീട്ടുകാരും അവനെ ആഗ്രഹിക്കില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ജയിലിൽ നിന്ന് മടങ്ങി വന്നപ്പോ ദീപൻ തന്നെ വിജിതയെ കെട്ടിയനെ. അങ്ങനെ ഒരുത്തിയെ ഈ പറയുന്ന ദീപനെ കിട്ടാതിരിക്കുന്നല്ലേ ഏടത്തി നല്ലത്. ശരിക്കും അവളൊരു കൊലയാളിയാ. അറിഞ്ഞു കാണുമല്ലോ ഏടത്തിയല്ല. അവള് ചെയ്ത തെറ്റിനാ ദീപൻ ജയിലിലേക്ക് പോയത്. ഒക്ടോബർ 25-ന് അവള് ദീപനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതും അറിഞ്ഞു. എന്നാലും വല്ലാത്തൊരു ധൈര്യം തന്നെ. ഇതൊക്കെ ശീലിച്ചവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഏടത്തി.
നമുക്കാ ഇതൊക്കെ വലുതായി തോന്നുന്നത്. പിന്നെ ഇവിടെ ദീപൻ നിസ്സാരക്കാരനല്ല. അതാ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഭയക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞ ദീപം വിജിതയെ കൊല്ലും. മരണഭയ അവൾക്കിപ്പോ. അന്ന് നന്ദനമോൾ ആശുപത്രി കിടന്നപ്പോ ദീപനും അവിടെ ഉണ്ടായിരുന്നു. അയാളെ അപകടപ്പെടുത്തിയതാ. പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിന് പിന്നില് കരുണമാമി അല്ലാതെ മറ്റാരും ആയിരിക്കില്ല. ഇവിടെ ആര് മരിക്കും ആര് ജീവിക്കുമെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയാ എടുത്തി. ഒറ്റയ്ക്ക് വന്നുള്ളോ? കാർത്തൂനെയും മോളെയും കൂട്ടായിരുന്നില്ലേ? കണ്ണേട്ടിന് പെട്ടെന്നൊന്ന് കാണണം തോന്നി, അതാ ഓടിപ്പോന്നത്. മോക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കാർത്തൂൻ സുഖമായിട്ടിരിക്കുന്നു. വിജിതയുടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല. അവസാനമായിട്ട് കാർത്തുമോൾ എന്നെ കാണാൻ വന്നപ്പോ ഉണ്ണി ചതിക്കപ്പെടുകയാണോ എന്ന് കാർത്തു ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിനക്കതിനെ പറ്റി ധാരണ ഉണ്ടാവുമല്ലോ. കണ്ണേട്ടിന് എത്ര തവണ പറഞ്ഞതാ വിജിത ഉണ്ണിക്ക് പറ്റിയ പെണ്ണല്ലാന്ന്. എന്നിട്ടവൻ അതൊന്നും ചെവി കൊണ്ടില്ലല്ലോ. ഇപ്പോഴെന്താടി പ്രശ്നം? അതേ പറ്റിയൊന്നും പറയാറായിട്ടില്ല കണ്ണേട്ട. എങ്കിലും കാർത്തു പറഞ്ഞതിനോട് ഞാനും യോജിക്കുവാ. ഉണ്ണി വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവക്ക് മറ്റാരെങ്കിലുമായിട്ട് അടുപ്പുണ്ടോ? എനിക്കറിയില്ല കണ്ണേട്ട. പിന്നെ നീ വഞ്ചിക്കപ്പെട്ടെന്ന് പറഞ്ഞത് ഏത് രീതിയിലാ? അവൻ അതൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിജിതയും കരുണനും ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോ തന്നെ എന്തോ ഒരു അപകടം ഞാൻ മണത്തതാ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങുന്നു അറിയുമ്പോഴാ അത്തരക്കാര് സന്ധി ചെയ്യുന്നത്. നമ്മളത് അവരുടെ ആത്മാർത്ഥതയാണെന്ന് കരുതി അവരെ സ്നേഹിച്ചു തുടങ്ങും. എന്നാൽ ഇനി അത് വേണ്ട. നീയും കാർത്തും സൂക്ഷിച്ചു തന്നെ മുമ്പോട്ട് പോണം. എന്റെ കാര്യം പോട്ടെ കണ്ണേട്ട. കാർത്തൂൻ എന്താ രക്ഷപ്പെട്ടാല്? ആ അരുൺ സാറ് ഇപ്പോഴും കാർത്തൂനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കാണാനും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ആ പയ്യൻ. മിക്കവാറും അയാൾ തന്നെ കാർത്തൂന്റെ കഴുത്തിൽ താലി കെട്ടും. ഉണ്ണി എന്ന അനുസരണയില്ലാത്ത എന്റെ അനിയൻ ഒരുപാട് പശ്ചാത്തപിക്കുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. വിജിത നമ്മളൊന്നും കരുതിയ പോലൊരു പെണ്ണല്ല. ജീവിതാവസാനം വരെയും അവൾ ഉണ്ണിക്കൊരു ബാധ്യതയായിരിക്കും. അവന്റെ കല്യാണ ദിവസം കണ്ണേട്ടിന് ഒരുകിയില്ല ഒരുപാട്. അതിന്റെ ഇരട്ടി ഉണ്ണി ഒരുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് അവനോട് സ്നേഹം മാത്രമേ ഉള്ളൂ പവിത്രേ. ഒരു സമയത്ത് ഞാൻ അവന് ഏട്ടനല്ലായിരുന്നു, അച്ഛനായിരുന്നില്ലേ? അങ്ങനെയുള്ള ഞാൻ അവന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമോ? എങ്കിലും തകരും. കാരണം കരുണമാമ വളർത്തിയ മോള കൂടെ അതൊരു പുള്ളിപ്പുലിയെ വളർത്തുന്നതിന് തുല്യ. മൂർഖം പാവനെ എടുത്ത് കഴുത്തിലിട്ടു. ഇനി കടിയേക്കാതിരുന്ന ഭാഗ്യം. ഇപ്പോഴെങ്ങാനും ജാമ്യം കിട്ടൂ കണ്ണേട്ടാ? ഒരുപാട് പേര് എനിക്കെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉടനെ ജാമ്യം കിട്ടുമെന്ന് അറിയില്ല. അതുപോലല്ലേ പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി ജാമ്യം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഒറ്റയ്ക്കല്ലേ വന്നത്? വേഗം വീട്ടിലെത്താൻ നോക്ക്. നീ അധികം സമയം കളയണ്ട.
ഡി നീ എന്തേലും പവിത്രത്തോട് പറഞ്ഞോടി? ഞാനായിട്ടൊന്നും പറഞ്ഞില്ല. ഇനി ഏടത്തെ എന്തെങ്കിലും അറിഞ്ഞോ എന്നെനിക്കറിയില്ല. അറിഞ്ഞു, നീ അവരെ അറിയിച്ചു. അതവരുടെ സംസാരം കേട്ടാൽ അറിയാം. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടി. എന്നെ തീർക്കാനാ നിന്റെ പരിപാടി? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞാനത് എല്ലാരോടും പറഞ്ഞേനെ. നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാടി. എന്ത് സംഭവിച്ചാലും ശരി, ഈ തറവാടിപ്പ എന്റെ പേരില. അതുകൊണ്ട് ഇവിടെ നിന്ന് ആർക്കും എന്നെ വെളിയിൽ ചടിക്കാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ അറിഞ്ഞാലും നിനക്കൊരു ദോഷവും ഇല്ല. എന്നാ അതുപോലെയല്ല ഉണ്ണേട്ടനും കണ്ണേട്ടനും അറിഞ്ഞ അവർക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്നാ അവരെ കൂടി നീ ഇത് അറിയിക്ക്. ഇനി അവരെ മാത്രമായിട്ട് നിന്നെ ബാക്കി വെക്കുന്നത്. ഒരാളുടെ ഭാര്യയായിരുന്നിട്ട് കാമുകനൊപ്പം ചുറ്റിത്തിരിയാൻ നിന്നെപ്പോലെ അപൂർവം ചില പെൺകുട്ടികൾക്ക് കഴിയും. നിന്നോട് കഥകൾ പറഞ്ഞു തന്നവര് എന്റെ ഗതികേടിനെ പറ്റി പറഞ്ഞില്ലേടി? ഞാൻ എന്തുകൊണ്ടാ ഭയത്തോടെ ഇങ്ങനെ ഓടി നടക്കുന്നെന്ന് പറഞ്ഞില്ലേടി? നീ ഒരാളെ അല്ല, രണ്ടുപേരെ ചതിച്ചു. ദീപൻ എന്നാള് നിനക്ക് വേണ്ടിയ ജയിലിൽ കിടന്നെങ്കിൽ നീ അയാൾക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. അല്ലാതെ അയാള് ജയിലിൽ കിടക്കുന്ന തക്കം നോക്കി ഉണ്ണിയേട്ടനെ വഞ്ചിക്കായിരുന്നില്ല വേണ്ടത്. നിന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാ. നീ ആയിരിക്കുവേടി ദീപനോട് സത്യങ്ങൾ പറയുന്നത്, ഉണ്ണിയേട്ടനോടും. അല്ലാതെ അവരാരും ഒന്നും അറിയില്ലേ? നിന്റെയും ദീപന്റെയും കല്യാണം എന്നാ? ഒക്ടോബർ 25. ഭർത്താവ് ജീവിച്ചിരിക്കെ അയാൾ അറിയാതെ മറ്റൊരുത്തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. കഴിച്ചില്ലല്ലോ. പേടിച്ചു നിൽക്കാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാടി. ഇതിലും നല്ലത് നീ പോയി ചാവുന്നതാ. എന്തിനാ ചൂടാവുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരണമല്ലേ? നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ചോദിച്ച കേട്ടില്ലേടി? ആരോടാന്ന്? അമ്മയുടെ മരുമോളോട് തന്നെയാ. അത് കേൾക്കാനുള്ള അർഹത ഇവൾക്കുണ്ട്, പറയാൻ എനിക്കും. ഇനി എന്റെ നേരെ ഓരോന്ന് പറഞ്ഞ് വഴക്കിന് വരരുത്. എന്താ മോളെ ഇതൊക്കെ? അവള് കിടന്ന് ചാടിക്കോട്ടെ അപ്പച്ചി. എങ്കിലും മോളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് മോളോട് ചാകാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് ചാകേണ്ടി വന്ന അതിനു മുമ്പ് കൊന്നിരിക്കും ഞാൻ അവളെ. കണ്ണേട്ടനോട് ഇതേപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ സാറേ? പറഞ്ഞ കണ്ണേട്ടന് ഇതൊക്കെ സഹിക്കോ? പവിത്രടുത്ത് പേടിക്കണ്ട. അവള് ചെയ്ത തെറ്റുകൾക്ക് അവളെ ദീപൻ തന്നെ ശിക്ഷിച്ചോളൂ. ദീപനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ പപ്പേട്ടനോട് പോലും ദീപൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ കാര്യം മറച്ചുവെച്ചാ സംസാരിച്ച്. എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് തന്നെയാ ദീപൻ നടക്കുന്നത്. ചിലപ്പോ ഇനി അവളുടെ ശല്യം ഉണ്ടായില്ലെന്നും വരാം. അവളെ ദീപൻ കൊല്ലരുതെന്നുണ്ട്. അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ജയിലിൽ കിടക്കാൻ പാടില്ലാത്തവനാ ദീപൻ. അയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. അതൊക്കെ ഉള്ള ഒരുത്തിയെ സ്നേഹിച്ചു. അതാണ് അവന് പറ്റിയ പിഴവ്. എല്ലാം നഷ്ടപ്പെട്ടവനാ ദീപൻ. അവൻ ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു വിജിത. അതും അസ്തമിച്ച സ്ഥിതിക്ക് ഇനി വിജിത ജീവിക്കണമെങ്കിൽ ദീപൻ മരിക്കണം. വിജിതയുടെ കാര്യം ഓർത്തിട്ടല്ല, ഉണ്ണിയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടം. കർമ്മഫലം അത് ആരായാലും അനുഭവിച്ചേ പറ്റൂ പവിത്രടുത്തി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണേട്ടൻ ഉണ്ണിക്ക് ദൈവം തന്നെയായിരുന്നു. എന്നാൽ ആ ദൈവത്തെ അവൻ നിന്ദിച്ചു.
പിന്നെ ഇങ്ങനെയൊക്കെ വന്നേ മതിയാവൂ. കാർത്തു ഇപ്പൊ വിജിതയുടെ കണ്ണിലെ കരട്. ആ കുട്ടി എല്ലാവരോടും എല്ലാം പറഞ്ഞു എന്ന ചിന്തയിൽ അവള്. അതുകൊണ്ട് സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് അറിയുമ്പോ അവള് കാർത്തൂന് എന്തെങ്കിലും ചെയ്യുമെന്നാ എന്റെ ഭയം. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ ഉള്ളിൽ ആദ്യാ. എന്നോട് ദേഷ്യമില്ലെന്നറിഞ്ഞു. എന്നാ എനിക്കൊപ്പം ജീവിക്കാൻ സമ്മതമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് മൂളിയാ മതിയായിരുന്നു. ഞാൻ കൊണ്ടുപോയനെ കാർത്തൂനെ. പവിത്രടുത്ത് പറഞ്ഞ പോലെ ഒരാൾ മരിക്കുമെന്ന് ഉറപ്പായ പിന്നെ അയാൾക്ക് എന്തും ചെയ്യാം, ആരെയും നശിപ്പിക്കാം. ഒന്ന് സൂക്ഷിക്കണം രണ്ടാളും. സ്വന്തം വിജയങ്ങളും നേട്ടങ്ങളും മാത്രം മുന്നിൽ കണ്ട് പോകുന്നവര് നിക്കക്കള്ളില്ലാതെ വരുമ്പോ മരിക്കുന്നതിന് മുമ്പ് കിട്ടുന്ന ചെറിയ സന്തോഷത്തിന് വേണ്ടി നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തും. ഞാൻ ഈ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന കാർത്തൂനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊന്ന് ഒന്നിപ്പിച്ചൂടെ? എനിക്കൊരു അടുത്തുണ്ട്, സ്വന്തം അപ്പച്ചിയുടെ മോള. വിവാഹം കഴിഞ്ഞ് വന്ന ശേഷം അമ്മയ്ക്ക് അടുക്കളപ്പണി കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു പെൺകുട്ടിയെ തേടുന്നത്. വീടിന്റെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു പെൺകുട്ടി, അതെനിക്ക് വേണ്ടത്. രണ്ടു കൂട്ടർക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവും. ഞങ്ങളുടെ സംസാരത്തിനിടയിലൊക്കെ ഈ വിഷയം കടന്നു വരുന്നുണ്ട്. സാറിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഇനി സാറിന്റെ ആവശ്യവും കാർത്തു അംഗീകരിക്കും. ആളെ മനസ്സിലായോ? പവിത്രടുത്ത് എല്ലാം അറിഞ്ഞു. 10-25 വയസ്സ് വരെ സുഖിച്ച് ജീവിച്ചു. പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽവാസം, വീട്ടുകാരെയും നാട്ടുകാരെയും വെറുപ്പ്. എല്ലാം സഹിച്ചത് പുറത്തു വരുമ്പോ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് കരുതിയ. അവിടെ നിന്നാണ് ഏറ്റവും വലിയ അടി കിട്ടിയത്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവളെന്റെ നെഞ്ചിൽ കടാര കയറ്റിയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാ. അവളെന്നെ തൂക്കിലേറ്റി. എന്നിട്ട് എനിക്ക് പകരം മുറച്ചെറുക്കനെ തിരഞ്ഞെടുത്തു. അത് നന്നായില്ലേ ദീപ? അവളെ പോലൊരു പെണ്ണിനൊപ്പം ഒരിക്കലും നല്ലൊരു കുടുംബജീവിതം ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയുള്ളവളെ അവളുടെ സ്വഭാവം എന്താണെന്ന് പഠിപ്പിക്കണം. അവളത് സ്വയം അറിയണം. അതുകൊണ്ട് സത്യങ്ങൾ ഞാൻ അറിഞ്ഞെന്ന് അവള് തൽക്കാലം മനസ്സിലാക്കണ്ട. അവളെ കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. കൊല്ലാതെ കൊന്നാലോ? അവള് കളിച്ചത് മരണക്കളിയാ. അതുകൊണ്ട് നൂൽപാലത്തിലൂടെ വേണം ഇനി അവളുടെ യാത്ര. പവിത്രയിടത്തിയുടെ കണ്ണേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ, എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയതുപോലെ, കരുണനും മോളും ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് തക്കതായ തിരിച്ചടികൾ കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇതുപോലൊരു സാഹചര്യം ഒരുക്കിയത്. ഇനി നിങ്ങളൊന്നും ഭയക്കണ്ട. കരുണനെ മകളൻ അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്കൊന്നും പറയാനില്ല. കഴിയുമെങ്കിൽ അവളെ മറന്നിട്ട് ഇനിയുള്ള ജീവിതം ശാന്തമായി ജീവിക്കാൻ നോക്ക്. എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരു പെൺകുട്ടിക്കൊപ്പം. പാവങ്ങളാ, പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അവരെ വിധവയെ പോലെ ആക്കി. സാറ് വിഷമിക്കാതെ. എന്റെ ഉള്ളിൽ ഒരു കെടാത്ത തീയുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്ന് കത്തും സാറേ. കരുണനും മോളും ഉരുകി തീരും.
എന്താ ദീപട്ടെ ഈ നേരത്ത്?